യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് മോചനം ലഭിക്കാതെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയ ഗാസ മുനമ്പ് ഇന്ന് ലോകത്തിന്റെ കൺമുന്നിൽ ഒരു വലിയ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയായിട്ടാണ് നിലകൊള്ളുന്നത്. ദശലക്ഷക്കണക്കിന് പാലസ്തീനുകളുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയ ഈ പ്രതിസന്ധിക്ക് ഉടനടി ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ലോക സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. പട്ടിണിയിലും രോഗങ്ങളിലും വലയുന്ന കുഞ്ഞുങ്ങളുടെയും അവശരായ മനുഷ്യരുടെയും ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ മേഖലയിൽ ഒരു യുദ്ധവിരാമത്തിന് മാനുഷിക സഹായം വേഗത്തിൽ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ആഗോള സമ്മർദ്ദം ശക്തമാവുകയാണ്. മാസങ്ങൾ നീണ്ട സംഘർഷം ഗാസയുടെ എല്ലാ മേഖലകളെയും തകർത്തെറിഞ്ഞിരുന്നു. വൈദ്യുതി, വെള്ളം, ഭക്ഷണം, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടും അവിടുത്തെ ജനങ്ങൾ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു. ആശുപത്രികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനമോ മരുന്നുകളോ ലഭ്യമല്ല. ശുദ്ധജലത്തിന്റെ അഭാവം കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനും കാരണമാകുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും അഭയാർത്ഥി ക്യാമ്പുകളിൽ താൽക്കാലിക ഷെൽട്ടറുകളിലുമാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലും സ്ത്രീകളിലുമാണ് പട്ടിണി ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. പോഷകാഹാര കുറവ് മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാസയിൽ ഒരു വലിയ ക്ഷാമം ആസന്നമായിരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നത്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ ചൊല്ലി ഇസ്രയേൽ കടുത്ത അന്താരാഷ്ട്ര വിമർശനങ്ങൾ നേരിടുന്നുമുണ്ട്. കൂടുതൽ സഹായം കടത്തിവിടാൻ UN, യൂറോപ്യൻ യൂണിയൻ, മനുഷ്യാവകാശ സംഘടനകൾ എന്നിവയെല്ലാം ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മതിയായ സഹായം അനുവദിക്കുന്നുണ്ടെന്നും ഹമാസ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും പറഞ്ഞ് ഇസ്രയേൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുകയാണ്. ഹമാസ് സഹായ ട്രക്കുകൾ കൊള്ളയടിക്കുന്നുവെന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ തടയുന്നുവെന്നും ഇസ്രയേൽ ആരോപിക്കുമ്പോൾ പലപ്പോഴും ഇസ്രയേൽ സൈന്യത്തിന്റെ പരിശോധനകളും നിയന്ത്രണങ്ങളും സഹായം എത്തിക്കുന്നതിന് തടസ്സമാകുന്നുവെന്ന് UN ഏജൻസികൾ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിച്ചതോടെയാണ് ഇസ്രയേൽ ചില ഇളവുകൾ പ്രഖ്യാപിക്കാൻ തയ്യാറായത്. ഗാസയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മാനുഷിക ആവശ്യങ്ങൾക്കായി നീക്കിവെച്ച അൽ മവാസിയിലും മധ്യദീർ അൽ ബലാഹിലും വടക്ക് ഗാസ സിറ്റിയിലും നിശ്ചിത സമയങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊരു താൽക്കാലിക നടപടിയാണെങ്കിലും സഹായം എത്തിക്കുന്നതിന് ഇത് ഏറെ പ്രയോജനകരമാകും. കൂടാതെ ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന വാഹന വ്യൂഹങ്ങൾക്കായി സുരക്ഷിത റൂട്ടുകൾ ഇസ്രയേൽ സൈന്യം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇസ്രയേലിന്റെ ഇളവുകൾ സഹായം എത്തിക്കുന്നതിന് ഒരു പരിധിവരെ സഹായമാകുമെങ്കിലും ഗാസയിലെത്തുന്ന സഹായത്തിന്റെ അളവ് ഇപ്പോഴും വളരെ കുറവാണ്. താൽക്കാലികമായി ലഭിക്കുന്ന ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യസഹായ ഏജൻസിക്കും ഇസ്രയേലിന്റെ ദ്രുത അനുമതി ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും അനുമതി ലഭിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുന്നത് സഹായം വൈകാനും കാരണമാകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സഹായ മേധാവി ടോം ഫ്ലെച്ചർ പറയുന്നതനുസരിച്ച് സഹായം ഒരാഴ്ചത്തേക്ക് വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതിനെ തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ ചില ചലന നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നാണ്. ഇത് പുരോഗതി ഉണ്ടെങ്കിലും ക്ഷാമവും ഒരു വിനാശകരമായ ആരോഗ്യ പ്രതിസന്ധിയും ഒഴിവാക്കാൻ വലിയ തോതിലുള്ള സഹായവും ആവശ്യമാണ്. നിലവിലുള്ള സഹായം ഗാസയിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അപര്യാപ്തമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കരമാർഗം സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ കാരണം ജോർദാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പോലുള്ള രാജ്യങ്ങൾ വ്യോമമാർഗം സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇതൊരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും കരമാർഗം എത്തിക്കുന്നതിന് പകരമാകില്ലെന്നും ഇതൊരു ദീർഘകാല പരിഹാരമല്ലെന്നും ജോർദാനിയൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. വലിയ തോതിലുള്ള സഹായം എത്തിക്കാനുള്ള കരമാർഗം മാത്രമാണ് പ്രായോഗികമായിട്ടുള്ള മാർഗം. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണുന്നതിന് വെടിനിർത്തൽ അനിവാര്യമാണ്. എന്നാൽ ഇസ്രയേലും പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും തമ്മിൽ ദോഹയിൽ നടന്ന പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടു. ഒരു കരാറിലും എത്താൻ കഴിയാതെ ചർച്ചകൾ തകരുകയായിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുപക്ഷവും തമ്മിൽ സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. ഇത് ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും സംഘർഷം നീണ്ടു നിൽക്കുമെന്നുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്.